മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2025 ഡിസംബർ 9 ചൊവ്വ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഇന്ന് നടക്കുമ്പോൾ ത്രിതല പഞ്ചായത്തുകളുടെ അധികാരാവകാശങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള വഴികൾ ആലോചിക്കുന്നതിന് പകരം കക്ഷി രാഷ്ട്രീയ വഴക്കുകളിൽ കുരുക്കിയിടാനുള്ള ശ്രമമാണ് ഇത്തവണ പ്രചാരണത്തിൽ കണ്ടത് എന്ന് പറയുകയാണ് എഡിറ്റോറിയൽ. തിരിച്ചറിവിന്റെ വിധിയെഴുത്ത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലെ 1,32,83,789 വോട്ടർമാർ ഇന്ന് ചൊവ്വാഴ്ച വോട്ട് രേഖപ്പെടുത്തും. 471 ഗ്രാമപഞ്ചായത്തുകളിലെ 8,310 വാർഡുകളിലേക്കും 39 മുനിസിപ്പാലിറ്റികളിലെ 1,371 വാർഡുകളിലേക്കും 3 കോർപ്പറേഷനുകളിലെ 233 വാർഡുകളിലേക്കും 75 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 1090 വാർഡുകളിലേക്കും 7 ജില്ലാ പഞ്ചായത്തുകളിലെ 164 ഡിവിഷനുകളിലേക്കുമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മണ്ഡലങ്ങളിൽ 36,630 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. കേരളത്തിലെ പരമ്പരാഗത രീതിയിൽ ഇടത് ഐക്യജനാധിപത്യ NDA മുന്നണികളിലായാണ് ജനവിധി തേടുന്നത്. ആം ആദ്മി പാർട്ടി, PDP, വെൽഫെയർ പാർട്ടി, 2020, SDPI, അണ്ണാ DMK, തൃണമൂൽ കോൺഗ്രസ് കക്ഷികൾ ഒറ്റയ്ക്കും മുന്നണികളുമായി നീക്കുപോക്കിലും മത്സരിക്കുന്നുണ്ട്. ഡിസംബർ 11 രണ്ടാം ഘട്ട വോട്ടെടുപ്പും 13 ഫലപ്രഖ്യാപനവും നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്കപ്പുറം വന്നു നിൽക്കെ നടക്കുന്ന പ്രാദേശിക ഭരണസമിതി തിരഞ്ഞെടുപ്പായതിനാൽ അതിനൊത്ത വീറും വാശിയുമാണ് പ്രചാരണത്തിൽ പ്രതിഫലിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രകടനവും വികസന പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നതിനേക്കാൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ വിഷയങ്ങളായിരുന്നു പ്രചാരണങ്ങളിൽ നിറഞ്ഞു നിന്നത്. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയ്ക്ക് ശ്രമിക്കുന്ന ഇടതുമുന്നണിയും ഏതുവിധവും അവരെ താഴെയിറക്കാൻ കച്ചകെട്ടിയ പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരമാണ് ദൃശ്യമായത്. അതിലൊന്നും പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവോ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ സാക്ഷര കേരളം എവിടെ കൊണ്ടെത്തിച്ചു എന്നതിൻ്റെ ശരിയായ കണക്കെടുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം കൈമാറിയത് സാധാരണക്കാരൻ്റെ അധികാരാവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നതിനാണ്. വികസനത്തിന്റെ ഗുണഫലങ്ങൾ അവസാനത്തെ പൗരനും ലഭ്യമാക്കുക എന്ന ഉദ്ദേശ്യത്തിലേക്ക് ചുവടുവെക്കാനുള്ള ശ്രമങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു. അടിത്തട്ടിലെ ഭരണം എല്ലാവരും അറിഞ്ഞും അംഗീകരിച്ചും എന്ന ജനാധിപത്യ രീതി അനുഭവവേദ്യമാക്കാനും ആദ്യകാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കക്ഷി താൽപര്യങ്ങൾക്ക് വിധേയപ്പെടുക എന്നത് നമ്മുടെ പതിവ് ദുര്യോഗമാണ്. ക്രമേണ അധികാര വികേന്ദ്രീകരണത്തിന്റെ പഞ്ചായത്ത് രാജ്യം ചിറകുകൾ അറിയപ്പെട്ട സംവിധാനമായി. ഒടുവിൽ എല്ലാം ഒന്നിൽ കേന്ദ്രീകരിക്കുക എന്ന BJPയുടെ പുതിയ ഭരണക്രമം എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായതോടെ ത്രിതല പഞ്ചായത്തുകളുടെ അവകാശങ്ങൾ അപഹരിക്കപ്പെടുകയും അധികാരങ്ങൾ കവർന്നെടുക്കപ്പെടുകയും ചെയ്തു. ഫണ്ടുകൾ താഴോട്ട് ഒഴുകുന്നതിന് പകരം മുകളിലേക്ക് പിടിച്ചടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. സംസ്ഥാന സർക്കാരിൻ്റെ അസാധാരണ ചെലവുകൾക്ക് പഞ്ചായത്തുകളുടെ വരെ ആസ്തി ഫണ്ടിൽ നിന്ന് വക കണ്ടെത്തുന്ന ദുരവസ്ഥയുണ്ടായി. സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കാതായതോടെ പ്രാദേശിക വികസനവും ആസൂത്രണവും അട്ടിമറിക്കപ്പെട്ട അവസ്ഥയിലാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത് കണക്കുകൾ നിരത്തിയാണ്. 2025-26 സാമ്പത്തിക വർഷം പദ്ധതി അടങ്കലിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 8,452 കോടി വകയിരുത്തിയതിൽ 2,500 കോടി മാത്രമാണ് അനുവദിച്ചതത്രേ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യ പരിരക്ഷ, പാർപ്പിടം, കുടിവെള്ളം, മാലിന്യ സംസ്കരണം, തെരുവുനായ ശല്യം, വന്യമൃഗ അതിക്രമം തുടങ്ങി നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, പ്രശ്നം അനുദിനം രൂക്ഷമായി വരികയാണ്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് നിരക്കിലും വെള്ളക്കരത്തിലുമൊക്കെ ഉണ്ടായ 200-300% വർധന ചെറിയ ഉദാഹരണം മാത്രം. ചുരുക്കത്തിൽ തദ്ദേശ ഭരണം ജനങ്ങൾക്ക് നേരിട്ട് അനുഭവവേദ്യമാക്കാനുള്ള സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെടുകയും അധികാരം പഴയപടി കേന്ദ്രീകരണത്തിലേക്ക് തന്നെ തിരിച്ചു നടക്കുകയും ചെയ്യുന്നതാണ് പ്രയോഗത്തിൽ കാണാനുള്ളത്. ത്രിതല പഞ്ചായത്തുകളുടെ അധികാരാവകാശങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള വഴികൾ ആലോചിക്കുന്നതിന് പകരം കക്ഷി രാഷ്ട്രീയ വഴക്കുകളിൽ പ്രചാരണത്തെ കുരുക്കിയിടാനുള്ള ശ്രമമാണ് ഇത്തവണ പ്രചാരണത്തിൽ കണ്ടത്. ഭരണത്തിൽ 2ാം ഊഴം തികച്ച് 3ാം വട്ടത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിന്റെ സാരഥികളിൽ നിന്ന് ഭരണനേട്ടം സാധാരണക്കാരിലേക്ക് എത്തിച്ചതിന്റെ അവകാശവാദങ്ങളാണ് ജനം പ്രതീക്ഷിക്കുക. എന്നാൽ അതിനുള്ള ആത്മവിശ്വാസമില്ലായ്മ കൊണ്ടോ എന്തോ പ്രതിപക്ഷത്തെയും രാഷ്ട്രീയ പ്രതിയോഗികളെയും വർഗീയതയുടെയും വിദ്വേഷ രാഷ്ട്രീയത്തിന്റെയും താറടിച്ച് വോട്ടർമാർക്കിടയിൽ ധ്രുവീകരണമുണ്ടാക്കാനുള്ള ഉത്സാഹമാണ് ഭരണമുന്നണി നേതൃത്വം പ്രകടിപ്പിച്ചത്. രാജ്യത്ത് സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവന്ന മുസ്ലിം പൈശാചികവൽക്കരണത്തിന്റെ വശങ്ങളായ അന്തരീക്ഷത്തിൽ നിന്ന് മുതലെടുക്കാനെന്ന വണ്ണം മുസ്ലിം സംഘടനകളെയും അവരുടെ രാഷ്ട്രീയ നിലപാടിനെയും വർഗീയ ചാപ്പയടിച്ചുള്ള പ്രചാരണ ക്യാമ്പയിൻ നയിച്ചത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമാണ് എന്നതാണ് അതിദയനീയം. ജനത്തിന്റെ സാമാന്യബോധത്തെ പരിഹസിച്ച ആ പ്രചാരവേലകൾ പലപ്പോഴും തിരിച്ചടിക്കുകയും ചെയ്തു. നേതാക്കളുടെ ഈ കാണ്ടിളക്കലും രാഷ്ട്രീയ വൈരനിരാധനവുമല്ല, തദ്ദേശീയ വികസനവും ഭരണ നേട്ടങ്ങളുമാണ് സാധാരണ വോട്ടർമാർ പരിഗണനയ്ക്കെടുക്കുന്നത്. ആ തിരിച്ചറിവിൽ തന്നെയാവും അവർ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതും. മാധ്യമം പോഡ്കാസ്റ്റ്.